ഹായ് ഫ്രണ്ട്സ്, ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലേ. ഡെഫിനിഷൻ നമ്മൾ സ്കൂളിൽ എവിടെയോ പഠിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഓർമ്മയില്ല. ഫോർമുല, കാൽക്കുലേഷൻ ഇതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം എന്നെ പോലൊരു കോമൺ മാനെ എങ്ങനെ വലച്ചു കളയുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. നമുക്കതിൽ നിന്ന് നോക്കാം. ഇൻഫ്ലേഷൻ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് ഇൻഫ്ലേഷൻ റേറ്റ് 5% ആണെന്നിരിക്കട്ടെ, പണപ്പെരുപ്പ നിരക്ക്. അപ്പോൾ 2025 നവംബർ. ഇപ്പോൾ ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു ഐറ്റം 2026 നവംബർ ആകുമ്പോൾ 5% ഇൻഫ്ലേഷൻ റേറ്റിൽ 2026 നവംബർ ആകുമ്പോൾ അതിൻ്റെ വില 105 രൂപയാകും. ഇനി അപ്പോഴും 5% ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 2027 നവംബർ ആകുമ്പോഴത്തേക്കും ഈ 105 രൂപയുടെ ഐറ്റം വീണ്ടും 5%, 105ൻ്റെ 5% കൂടിയിട്ട് 110 രൂപ 50 പൈസ, അതായത് 111 രൂപയായിട്ട് ഉയരും. അതായത് 100 രൂപയ്ക്ക് കിട്ടിയ ഒരു ഐറ്റം 2025 നവംബറിൽ 2027 ആകുമ്പോൾ അത് നമ്മൾ 111 രൂപ കൊടുത്താലേ വാങ്ങാൻ സാധിക്കും. ഇതാണ് പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ. ഈ ഇൻഫ്ലേഷൻ ഒരു കോമൺ മാനെ എങ്ങനെ തകർക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ 50 വർഷത്തെ ഇൻഫ്ലേഷൻ റേറ്റ് ഇന്ത്യയുടെ ഞാൻ നോക്കിയപ്പോൾ അത് ആവറേജ് ഒരു 5%-നും 7% ഇടയ്ക്കാണ് നിൽക്കുന്നത്. നമുക്ക് ഉദാഹരണത്തിന് 5% എന്ന് അസ്യൂം ചെയ്യാം. ഇപ്പോൾ അതായത് 2025 നവംബറിൽ എന്നെ ഒരു വ്യക്തി സമീപിക്കുകയാണ് ഒരു സമ്പാദ്യ പദ്ധതിയിൽ ചേരാനായിട്ട്. അദ്ദേഹം പറയുന്നു മാസം 3000 രൂപ ഞാൻ ഡിപ്പോസിറ്റ് ചെയ്യണം. അങ്ങനെ 12 വർഷത്തേക്ക് ഞാൻ ഡിപ്പോസിറ്റ് ചെയ്യുക. ഓരോ മാസവും 3000 രൂപ. 12% ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അങ്ങനെ ഞാൻ 3000 രൂപ വെച്ച് മാസം തോറും 12 വർഷം ഞാൻ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ 12 വർഷം കഴിഞ്ഞ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഏകദേശം 4,35,000 രൂപയോ മറ്റോ ആണ്. അതെ, എനിക്ക് ലഭിക്കാൻ പോകുന്നത് 9,25,000 രൂപയാണ് എനിക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ എന്താ സ്വപ്നം കാണുക? ഇപ്പം ഞാൻ ഒരു 3000 വെച്ച് 12 വർഷം മാസം തോറും ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് 12 വർഷം കഴിയുമ്പോൾ 9,15 ലക്ഷം രൂപ കിട്ടും. എന്നാൽ ഞാൻ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് 4,35 ഉള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് 9,15 ലക്ഷം രൂപ കിട്ടുന്നതും അതിനെക്കുറിച്ചൊരു സ്വപ്നമൊക്കെ കണ്ടാണ് ഞാൻ ഈ 3000 വെച്ച് ഞാൻ 12 വർഷം തുടർച്ചയായിട്ട് മുടങ്ങാതെ ഡിപ്പോസിറ്റ് ചെയ്തു. അങ്ങനെ 12 വർഷം കഴിയുമ്പോൾ 2037 എന്ന് നമുക്ക് വയ്ക്കാം. 2037 ആകുമ്പോൾ ഞാൻ ചെല്ലുന്നു. കൃത്യമായിട്ട് അന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ എനിക്ക് 9,15 ലക്ഷം രൂപ കിട്ടുന്നു. പക്ഷേ ആ 9,15 ലക്ഷം രൂപ കിട്ടുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് 2037 9,15 ലക്ഷം എന്ന് പറയുന്നത് 2025 4 ലക്ഷത്തിൻ്റെ വിലയേ ഉള്ളൂ. അപ്പം ഞാൻ സ്വപ്നം കണ്ടത് 9,15 ലക്ഷം 2025. എനിക്ക് 2037 ആകുമ്പോൾ കിട്ടുന്ന അതേ എമൗണ്ട്, പക്ഷേ മൂല്യം വന്ന് 4 ലക്ഷത്തിൻ്റെ മൂല്യമേ ഉള്ളൂ. ഇനി ഞാൻ 9 ലക്ഷത്തിൻ്റെ കാറ് വാങ്ങാം എന്നാണ് ഞാൻ സ്വപ്നം കണ്ടതെങ്കിൽ 2037 ആകുമ്പോൾ 9 ലക്ഷത്തിൻ്റെ കാറ് ആ സമയത്ത് 18 ലക്ഷം രൂപയാവും. അതായത് എനിക്ക് കിട്ടുന്നതിൻ്റെ മൂല്യം 4 ലക്ഷമായി കുറഞ്ഞു, ഞാൻ സ്വപ്നം കണ്ടതിൻ്റെ മൂല്യം 18 ലക്ഷമായിട്ട് ഉയർന്നു. ഇത് എനിക്ക് ഒരു തവണയല്ല പലതവണ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഫ്ലേഷൻ ഈ രീതിയിലാണ് ഒരു കോമൺ മാനെ ചക്രവ്യൂഹത്തിൽപ്പെടുത്തുന്നത്. ഈ ചക്രവ്യൂഹത്തെ നമുക്കെങ്ങനെ മറികടക്കാം? എനിക്കറിയാവുന്ന ഒരു പരിഹാരം ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻഫ്ലേഷൻ കഴിഞ്ഞ 50 വർഷം 5% മുതൽ 7% വരെയാണ് ഇന്ത്യയുടെ ആവറേജ് ഇൻഫ്ലേഷൻ റേറ്റ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് നേരത്തെ ഉദാഹരണം തന്നെ എടുക്കാം. മാസം 3000 രൂപ വെച്ചല്ലേ 12 വർഷത്തേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ഈ ആദ്യത്തെ 12 മാസം 3000 വെച്ച് ഡിപ്പോസിറ്റ് ചെയ്യുക. അങ്ങനെ ഒരു വർഷം കഴിയുമ്പോൾ 10% കൂട്ടുക മാസം തോറും നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട്. അതായത് 3,300 വെച്ച് അടുത്ത 12 മാസം, അതായത് 2-ാം വർഷം അടയ്ക്കുക. ഈ 3-ാം വർഷം ആകുമ്പോൾ ഈ 3,300ൻ്റെ 10% കൂട്ടുക, അതായത് 330 രൂപ കൂട്ടുക. അപ്പോൾ 3,630 രൂപ വെച്ച് നമ്മൾ 3-ാം വർഷം 12 മാസം അടയ്ക്കുക. ഇങ്ങനെ ഓരോ വർഷവും 10% വെച്ച് നമ്മുടെ ഡിപ്പോസിറ്റിംഗ് എമൗണ്ട് കൂട്ടുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു 12 വർഷം കഴിയുമ്പോൾ 9,15 ലക്ഷത്തിന് പകരം 15 ലക്ഷം രൂപയായിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അങ്ങനെ നമുക്ക് ഇൻഫ്ലേഷനെ
ഒരു വലിയ പരിധി വരെ മറികടക്കാൻ പറ്റും. ഈ രീതിയിൽ 10% വെച്ച് നമ്മൾ ഡിപ്പോസിറ്റിംഗ് എമൗണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.